NM ജോഷി തൊഴിലാളികളാണെങ്കിൽ രംഗണ്ണൻ നേടാ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മളെ രംഗണ്ണൻ ഇപ്പം ട്രെൻഡിങ് ആണ് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കണേ അമ്പാനെ. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ പഠിച്ചത് SCERT ബേസ്ഡ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഉൾപ്പെടെ മലബാർ കലാപത്തിന്റെ വസ്തുതകൾ വാഗൺ ട്രാജഡി വരെ പറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെയാണ് 1920 ഗാന്ധിജി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അദ്ദേഹം ദേശീയ തലത്തിൽ നടത്തിയ നിസ്സഹകരണ സമരം വലിയ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ജനങ്ങൾ കലാപങ്ങളിലേക്ക് പോവുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് ചരിത്രം പറയുന്നത് 1922 ചൗരി ചൗര സംഭവമാണ്. 1922 വർഷം പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1922 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ്. ഓക്കെ, ഈ ഒരു ഡേറ്റിനകത്ത് എന്താ സംഭവിച്ചത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തില് 3000-ലധികം വരുന്ന നിരായുധരായ കർഷകർക്ക് നേരെ പോലീസുകാർ വെടിവെക്കുകയാണ്. ഇതിൽ രോഷാകുലരായ ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയാണ്. 22ഓളം പോലീസുകാരെന്നാണ് SCERT പറയുന്നത് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. ഈ സംഭവത്തെ കുറിച്ച് നോക്കൂ നിങ്ങൾ. അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായി ഈ സംഭവം നടക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ സംബന്ധിച്ച് അദ്ദേഹം നിസ്സഹകരണ സമരം ഇതിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായി നിർത്തിവെക്കാൻ തീരുമാനിക്കുകയാണ്. ഗാന്ധിജിയുടെ സമര രീതി നിങ്ങൾക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു ആക്രമണ പരിപാടിയിലേക്കൊക്കെ ജനങ്ങൾ പോയ സമയത്ത് ഗാന്ധിജി ഇതിൽ നിന്നും തീർച്ചും ഈ പറയുന്ന നിസ്സഹകരണ സമരം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ സംഭവം ചൗരി ചൗരയാണ്. പിന്നീട് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. 24 സംഭവം. അതിന്റെ ഒരു കാലഘട്ടക്രമത്തിലാണ് SCERT കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തുള്ളത്. സവർണ ജാഥയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 1924 നവംബർ മാസം 1-ാം തീയതി ജാഥ ആരംഭിച്ചു. നവംബർ 12-ാം തീയതി തിരുവനന്തപുരത്ത് എത്തിയും. ഈ കഥകളൊക്കെ നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൂടുതൽ വിശദമായിട്ട് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചൗരി ചൗര സംഭവത്തെ കുറിച്ച് നോക്കൂ. 2-3 പോയിന്റുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 1922 ഫെബ്രുവരി മാസം 11-ാം തീയതി നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചു. 1922 മാർച്ച് 10-ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ നടന്ന ഡേറ്റ് ആണ്. സ്റ്റേഷൻ ആക്രമിച്ചത് ഫെബ്രുവരി മാസം 5-ാം തീയതി. അതാണ് ഇമ്പോർട്ടന്റ്. അതുപോലെ 6 ദിവസം കഴിഞ്ഞ സമയത്ത് ഗാന്ധിജി എന്ത് ചെയ്തു? ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫെബ്രുവരി മാസം 11-ാം തീയതി. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പിറ്റേത്തെ മാസം മാർച്ച് മാസം 10-ാം തീയതിയാണെന്ന് കാര്യം നോട്ട് ചെയ്യുക. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് യർവാദ ജയിലിലേക്കാണ്. ജയിലുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് യർവാദ ജയിലാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാലം തടവിലാക്കിയ ജയിലാണ് യർവാദ. അടുത്തൊരു ചോദ്യം ഇതാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആഘാ ഖാൻ കൊട്ടാരത്തിലാണ്. എവിടെയാണ്? ആഘാ ഖാൻ കൊട്ടാരം. മാറിപ്പോട്ടെ, രണ്ടും ചോദിക്കും. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് യർവാദയിലാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആഘാ ഖാനാണ്. അവിടെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റാണ്. ഇത് വേണ്ടിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനത്തെ ദാരുണമായ സംഭവങ്ങളിലേക്ക് പോയപ്പോൾ ഇനി അടുത്തൊരു SCERT ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന ഒരു പോയിന്റ് മക്കളെ, തൂക്കുകയറിനെ ഭയക്കാത്തവർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. ഗാന്ധിയൻ സമരപുറകൾക്ക് സമാന്തരമായി ഇന്ത്യയിൽ അന്ന് നടന്നിരുന്ന സായുധ സമരങ്ങളും വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഇവര് സ്ഥാപിച്ച ഒരു സംഘടനയെ കുറിച്ച് 7-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് മക്കളെ, ഏതാണ് ആ സംഘടന? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാണ് ആ സംഘടനയുടെ പേര്. നമുക്ക് പറയാം, ഇവിടെ കാണാം നിങ്ങൾക്ക്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം, ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. നോക്കൂ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സംഘടന ഞാൻ ചുരുക്കിയിട്ട് HRA എന്ന് വിളിക്കാം. ഹിന്ദുസ്ഥാൻ HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇങ്ങനെ ഒരു സംഘടന യഥാർത്ഥത്തിൽ സ്ഥാപിക്കുന്നത് 1924 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിന്റെ സ്ഥാപകരായിട്ട് യഥാർത്ഥത്തിൽ വരുന്നത്, മുൻവർഷ ചോദ്യപേപ്പർ നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. 2 പേരുകൾ നിങ്ങൾ എടുത്തു പഠിക്കണം. ഞാനത് ചുരുക്കി ഇങ്ങനെ പഠിക്കാം മക്കളെ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സച്ചിനും ഗാംഗുലിയും കളിക്കുകയാണ് ക്രിക്കറ്റ് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഒരു പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ടീം ജോഡികളാണ് ഗാംഗുലിയും നമ്മുടെ സച്ചിനും. അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രതുൽ ഗാംഗുലി എന്ന് പഠിക്കാം. എന്താണ് പേര്? പ്രതുൽ
ഗാംഗുലി അല്ലെ. അതുപോലെ തന്നെ സച്ചിൻ സന്യാൽ എന്നാണ്. അപ്പൊ നമുക്കത് എന്താക്കാം, ആ പേരിനെ ഗാംഗുലി എന്നും സച്ചിൻ എന്നാക്കാം. സച്ചീന്ദ്ര നാഥ് സന്യാൽ എന്നാണ്. നമുക്ക് സച്ചിൻ സന്യാൽ എന്ന് വിളിക്കാം കേട്ടോ, ചുരുക്കിയിട്ട് സച്ചിൻ സന്യാൽ. അപ്പൊ സച്ചിനും ഗാംഗുലിയും കളിക്കുന്നു. എവിടെയാണ് കളിക്കുന്നത് അറിയോ? ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ആലോചിക്കുക അല്ലെ. ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. അപ്പൊ നമുക്ക് എങ്ങനെ വിളിക്കാം? നരേന്ദ്ര മോഹൻ സെൻ. നരേന്ദ്ര മോഹൻ സെൻ. അപ്പൊ ഈ പേരുകൾ വളരെ എളുപ്പത്തിൽ പഠിച്ചാൽ മതി. സച്ചിനും ഗാംഗുലിയും HRI എന്ന് പറഞ്ഞാൽ 3 അക്ഷരമായതുകൊണ്ട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 24 ആദ്യം വരുന്ന 3 അക്ഷരം. അതിനുശേഷം SCRT പറയുന്ന സംഘടനയെ കുറിച്ച് പറയേണ്ടത് അതിനെ നമുക്ക് HSRA എന്ന് നമുക്കതിനെ ഷോർട്ട് ആക്കാം. നോക്കൂ ഇവിടെ എന്താണ് പറയുന്നത്. അടുത്തൊരു ചാപ്റ്ററിനകത്ത് 10ാം ക്ലാസ്സിൽ പറയുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. വർഷം കൃത്യമായിട്ട് പഠിക്കണം 28. കണ്ടോ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇനി തെറ്റിപ്പോവണ്ട. HSRA ഏത് വർഷം ചോദിച്ചാൽ നിങ്ങൾ പറയണം 1928. HRA 3 അക്ഷരം ആദ്യമുള്ളത് 1924. ഗാംഗുലിയും സച്ചിനും നരേന്ദ്രമോഹൻ സെൻ, നരേന്ദ്രമോദി സ്റ്റേഡിയം. അത് കിട്ടിയില്ലേ? അത് കിട്ടണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർ ചോദ്യം ചോദിക്കൂ, കക്കോറി ട്രെയിൻ കവർച്ച എന്തുമായി ബന്ധപ്പെട്ടെന്ന് ചോദിക്കാം. PSCയുടെ PYക്കാണ് കക്കോറി ട്രെയിൻ കവർച്ച. കക്കോറി 1925 കക്കോറി ട്രെയിൻ കവർച്ച. എവിടെയാണ്? 1925 അല്ലെ കക്കോറി ട്രെയിൻ കവർച്ച. അപ്പൊ 24 രൂപീകരിച്ച HRAയുടെ ഭാഗമായിട്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ത്യയിൽ നടന്നത് കക്കോറി ട്രെയിൻ കവർച്ചയാണ്. കക്കോറി ട്രെയിൻ കവർച്ചയാണ്. പഠിച്ചു വെക്കുക. ഓക്കെ. 1924 രൂപീകരിച്ച HRAയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവം. HSRAയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും ഇത്തരത്തിലുള്ള പല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളിപ്പോ ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാരണം SCRT കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിർത്തലാക്കിയ കാര്യങ്ങളോടെ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു സംഘടനയെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അത് ഒഴിവാക്കിയതിന്റെ ഭാഗമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യയിലെ നേതാക്കന്മാർക്കിടയിൽ ഉടലെടുത്തിരുന്നു. അതിൽ CR ദാസ് എന്ന് പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒക്കെ ഗുരുവാണ്. ഓക്കെ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരുവിനെ നമ്മൾ ദേശബന്ധു എന്ന് വിളിക്കുക. CR ദാസ്. ദീനബന്ധു CF ആൻഡ്രൂസ് ആണ്. മാറിപ്പോണ മക്കളെ. ദേശബന്ധു CR ദാസ് ആണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയിട്ടാണ് സ്വരാജ് പാർട്ടി 1923 സ്ഥാപിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അതിനെക്കുറിച്ച് ഈ ഒരു ചാപ്റ്ററിനകത്ത് ജസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ 23 സ്വരാജ് പാർട്ടി, 24 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, 28 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. പഠിച്ചല്ലോ. അതിൽ വരുന്ന സമയത്ത് 4 പേരുകൾ നമ്മൾ നേരത്തെ കണ്ട 4 വ്യക്തികളെ പഠിക്കാം. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. കണ്ട നിങ്ങൾ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ്. 4 പേരുകൾ. HSRA അഥവാ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതാക്കന്മാരായിട്ട് വരുന്നു. കൃത്യമായിട്ട് പഠിക്കാം. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലൊക്കെ വിപ്ലവകാരികൾ ഈ സംഘടനയിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കിടിലൻ പോയിന്റ് ഉണ്ട്. ഈ HSRA അഥവാ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ട് സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച ഒരു സേനാ വിഭാഗമുണ്ട്. അതിന്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ നിങ്ങൾ നെഗറ്റീവ് അടിക്കാൻ സാധനമുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന ഒരു പേരുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. അത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ്. കാരണം അത് SCRT പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ ഉണ്ടാവും. കണ്ട നിങ്ങൾ. രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കുക. ഇവിടെ ഇന്ത്യൻ എന്നൊരു പേരുണ്ട്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. നമുക്ക് അതിലേക്ക് വരാം. ഇത് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗത്തെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നു എന്ന് പഠിച്ചു. ഒരു സേനാ വിഭാഗമായിട്ട്. ഓക്കെ. ഇതൊന്നും മാറിപ്പോവരുത്. ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട് കുറച്ച് വസ്തുക്കൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് പോയിന്റ് നിങ്ങൾക്ക് അറിയാം. ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന നേതാവ് സൈമൺ കമ്മീഷനെതിരെ നടന്ന വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അദ്ദേഹത്തിന് കൊടിയ മർദ്ദനം ഏറ്റെടുക്കുന്നു അല്ലെ. അദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ലാത്തി ചാർജ്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു സാൻഡേഴ്സൺ. നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ പേര് എന്താണ്? സാൻഡേഴ്സൺ. ആ സാൻഡേഴ്സൺ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗും രാജ്ഗുരു സുഖ്ദേവും കൂടിയിട്ട് ലാഹോറിൽ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്.
ലാലാ ലജ്പത് റായിയെ ലാത്തിച്ചാർജ് നടത്തി അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സിനെ വധിച്ച ആളുകൾ നിങ്ങൾക്ക് അറിയാം. രാജ്ഗുരു, സുഖദേവ്, ഭഗത് സിംഗ് അല്ലെ. അങ്ങനെ വലിയ സമരങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. നമ്മുടെ ലാഹോർ ഗൂഢാലോചന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബർ 1929 അതിനകത്തും ഈ പറയുന്ന ഭഗത് സിംഗ് ഉണ്ട് അല്ലെ, ബതുകേശ്വർ ദത്ത്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിപ്ലവത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീക്ഷയായി മാറിയ ഈ 3 പോരാളികളെ, ധീരദേശാഭിമാനികളെ, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നാണ് ഭഗത് സിംഗിനെ PSC പരീക്ഷകൾ ഇടയ്ക്കിടെ ചോദിക്കാറ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള 3 പേരെ നോക്കൂ മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഡേറ്റ് ആണ് 1931. എപ്പം ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കിട്ടണം ഈ ഡേറ്റ്. മാർച്ച് 23 അല്ലെ. ഇവരെ 3 പേരെയും, ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയാണ്. അപ്പൊ ബതുകേശ്വർ ദത്തിനോട് ചേർന്നിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞ് എന്നൊന്ന് ചോദിച്ചാൽ, അപ്പൊ വർഷങ്ങളൊന്നും SCERT എല്ലാം പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. 1929 എന്ത് സംഭവിക്കുന്നത്? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞത് കേട്ടോ. ബോംബ് എറിഞ്ഞത് ആരൊക്കെ ചേർന്നിട്ടാണ്? അവിടെ SCERT കൊടുത്തിട്ടുണ്ട്. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും കേട്ടോ. ഓക്കെ, ആരൊക്കെയാണ്? ബതുകേശ്വർ ദത്തും ഭഗത് സിംഗും എഴുത്തിനൊന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല, സ്പീഡിൽ എഴുതുന്നതുകൊണ്ടാണ്. തൽക്കാലം നിങ്ങൾ വായിച്ചെടുക്കണേ. ബതുകേശ്വർ ദത്ത് പഠിച്ചോ? ബതുകേശ്വർ ദത്ത് SCERT അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയെ കുറിച്ച്, സൂര്യാസെനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിറ്റഗോങ് ആർമി അല്ലെങ്കിൽ ചിറ്റഗോങ് ആയുധപ്പുരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ചിറ്റഗോങ് ആർമി റെയ്ഡ് അല്ലെ, അതിന്റെയൊക്കെ നേതാവാണ് സൂര്യാസെൻ. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് പഠിക്കാം. അപ്പൊ കൂട്ടുകാർ, തൽക്കാലം ജസ്റ്റ് ഈ ഒരു 4 സംഘടനകൾ ഞാനൊന്ന് പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അനുശീലൻ സമിതിയാണ്. 1902 വർഷം ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ മക്കളെ നിങ്ങൾ പഠിക്കണതാ, ഞാനിവിടെ എഴുതാം. 1902 ഒന്ന് ബൈഹാർട്ട് പഠിച്ചേ. 1902 അനുശീലൻ സമിതി ആരൊക്കെയാണ്? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് വെക്കാം, കോഡാക്കിയിട്ട്. എങ്ങനെ? പുലിയെ വളരെ ഭാരം കൊടുത്ത് എന്താ പറയാ അനുസരിപ്പിച്ചു എന്ന് ആലോചിച്ചു അല്ലെ. പുലിയെ ഭാരം ഉപയോഗിച്ച് അനുസരിപ്പിച്ചു. പുലി ബരീന്ദർ അനുശീലൻ, പുലിയെ ഭാരം കൊണ്ട് അനുസരിപ്പിച്ചു എന്ന് ആലോചിച്ച് വെച്ചാൽ അത് കിട്ടൂലേ. ഇപ്പൊ പുലിൻ ബിഹാരി ദാസ് ബൈഹാർട്ട് പഠിച്ചു കൊടുക്കുക. അറിയാത്തവര് പ്രമാദവാദി മിത്രയൊക്കെ ഉണ്ട് അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ SCERT പറയുന്ന 2 പേരാണ്, നമുക്കത് പറയാം. അപ്പൊ പ്രമാദവാദി മിത്ര ഇല്ല എന്നല്ല നിങ്ങൾ കമന്റ് ചെയ്യേണ്ട. ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഈ 2 പേരുകൾ ആരൊക്കെയാണ്? ബരീന്ദർ കുമാർ ഘോഷും, അതുപോലെ തന്നെ പുലിൻ ബിഹാരി ദാസും പഠിച്ചു വെക്കുക കേട്ടോ. അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് ഇതാണ്. ഈ സംഘടന ഉണ്ടാക്കി ഒരു 2 വർഷം കഴിഞ്ഞ സമയത്താണ് അഭിനവ് ഭാരത് സൊസൈറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വർഷം കിട്ടുമല്ലോ, 1904. VD സവർക്കർ ആണ് ഈ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. SCERT പറയുന്നത് കൊണ്ട് നിങ്ങൾ അത് തന്നെ പഠിച്ചു വെക്കുക. 1904 VD സവർക്കർ പഠിച്ചു. ഗദ്ദാർ പാർട്ടി പിള്ളേരെ നിങ്ങൾക്കൊക്കെ അറിയാം. 1913 ഗദ്ദാർ പാർട്ടി. ലാലാ ഹർദയാൽ PSC ഒരുപാട് തവണ ചോദിച്ചാണ്. 1913 ഗദ്ദാർ പാർട്ടി, ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി 1930 ഏത് വർഷമാണ്? 1930 ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. നോക്കൂ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ്. അവിടെ എന്തൊക്കെയാണ് പറയുന്നത്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1930 സോഷ്യലിസ്റ്റുകളായ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. ഈ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെയും സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ അസഫലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടികളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജെപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതിനിടയിൽ ഒരു ചെറിയ കാര്യമുണ്ട്, ഞാൻ പറയാം. മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് JP ആണ്, അല്ലെങ്കിൽ അരുണ ആസഫ് അലിയാണ്. അതുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ നമ്മൾ വിളിക്കുന്ന ആരെയാണ്? ജയപ്രകാശ് എന്നാണ്, അഥവാ JP ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലിയാണ്. നിങ്ങൾക്കറിയാം. ഞാൻ ഇടയ്ക്കുള്ള ഒരു ചെറിയ കാര്യം എന്ന് പറയാൻ കാരണം, ഇവിടെ ചില വർഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 1924 HRAയും 28 HSRAയും ഒന്ന് പഠിക്കണമെന്ന്. അപ്പൊ നമ്മൾ പലപ്പോഴും ചില സംഭവങ്ങൾ പഠിക്കുമ്പോൾ SCRTയിലുള്ളതോ അല്ലെങ്കിൽ ചരിത്രത്തിലുള്ള കാര്യങ്ങളോ ആയിരിക്കില്ല ഒരു പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ചില റാങ്ക് ഫയൽ അങ്ങനെ പഠിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തൊരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴായിട്ടും പിള്ളേർക്കുള്ള സംശയം, അതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും കൽപ്പാത്തി സമരം എന്ന് പറയുന്ന സമരം കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സമരമാണല്ലോ. അത് നടക്കുന്ന 1924 യഥാർത്ഥത്തിൽ സംഭവം തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോഴാണ് കൽപ്പാത്തി സമരം. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗം സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അവിടെ നിങ്ങൾക്ക്, പക്ഷെ ആ വർഷം നിങ്ങൾക്ക് ആ സ്ക്രീനിൽ എഴുതി കാണിക്കും. അപ്പൊ രണ്ടുപേര് കമന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം. നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ 26 ആയിരിക്കും. 26 തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു PYQവിന്റെ ഒരു പുസ്തകത്തിനകത്ത് ഞാനിത് കണ്ടിരുന്നു 1926. അതുകൊണ്ടാണോ ഇല്ലെന്ന് അറിയത്തില്ല. പല റാങ്ക് ഫയൽ 26 കാണാം. ഓക്കെ, ചില റാങ്ക് ഫയലൊക്കെ 24 എന്നുണ്ട്, പുതിയ റാങ്ക് ഫയലൊക്കെ. അപ്പൊ കൽപ്പാത്തി സമരം നടന്നത് 1924 പല ഔദ്യോഗിക രേഖകൾക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കൂട്ടുകാരും ശ്രദ്ധിച്ചു വെക്കുക. 26 എന്ന് പറയാൻ കാരണം ഈ ഒരു പീരീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് സ്ക്രീനിൽ വായിച്ചു നോക്കുക. 24-25 കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ ഇതൊരു വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സമരമായിരുന്നില്ല. ഈ ഒരു കൽപ്പാത്തി സമരം 26 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കണ്ട നിങ്ങൾ 1924-27 കാലഘട്ടങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കേണ്ടത് 24 എന്നാണ് ചോദിക്കുക. എന്ന് വെച്ചാൽ വൈക്കം സത്യാഗ്രഹം 24 തുടങ്ങുന്നത്. 25 വരെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ 24 പറയുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മുൻവർഷം ചോദിച്ചത് 26 എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാത്തത്. പക്ഷേ സുഹൃത്തുക്കൾ സംശയം ചോദിച്ചത് എനിക്ക് പറഞ്ഞുതരാൻ വേറെ ഓപ്ഷൻ ഞാൻ തെരഞ്ഞിട്ട് കണ്ടില്ല 26 അങ്ങനെ ഒരു PYQ ഉണ്ടോ എന്ന്. പക്ഷെ പലരും പറയുന്നുണ്ട് 26 ഇങ്ങനെ ഒരു PYQ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് 26 വരുന്നത് എന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ 24 ആൻസർ ആയിട്ട് എഴുതുക. രണ്ടും ഓപ്ഷൻ ഉണ്ടെങ്കിൽ 24 തീർച്ചയായിട്ടും എഴുതണം. ഇനി 24 ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 26 എടുക്കാം. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് മാത്രമാണ്. ആ ക്ലാസ് മുഴുവൻ കണ്ടു നോക്കി. അപ്പൊ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഞാൻ എടുത്ത് ഇതിനിടയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പൊ ചില വർഷങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ റാങ്ക് ഫയൽ ഉള്ളവ അല്ലെങ്കിൽ ഫാക്ടോ SCRT ഉള്ള കാര്യങ്ങളോ മുൻവർഷം ചോദിച്ചൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഏതാണ് വർഷം? 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ക്ലിയർ ആണോ പറഞ്ഞത്? അവിടെ നമ്മൾ അരുണ ആസഫ് അലിയെയും JPയെയും പറഞ്ഞു. ഇനി നോക്കൂ, ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. അതൊക്കെ നമുക്ക് അറിയുന്ന വസ്തുതകളാണ് അല്ലെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി, ഇതൊരു അടുത്തൊരു സംശയമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ കൽപ്പാത്തി സമരത്തെ കുറിച്ച്. കാരണം ഇതൊക്കെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹിസ്റ്ററി മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. PSC ഈ ആഴ്ച പറയും INA രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ആഴ്ച PSC പറയും അത് റാഷ് ബിഹാരി ബോസ് ആണ്. നമ്മുടെ മൻസൂർ അലി സാർ ഇടക്കിടക്ക് ഇത് പറയാറുണ്ട്. സാറിന്റെ പല സംസാരങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. സാർ ഇടക്കിടക്ക് ഊന്നി പറഞ്ഞ ഒരു പോയിന്റ് ഇതാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു പോയിന്റാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ അറിയാം ഇങ്ങനെ പല ഉത്തരങ്ങൾ PSC മാറ്റാറുണ്ട്. ശരിക്കും INA എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്ന റാഷ് ബിഹാരി ബോസ് എന്ന സംശയം വേണ്ട കൂട്ടുകാർക്ക്. ഓക്കെ, റാഷ് ബിഹാരി ബോസ് ആണ്. അത് പിന്നീട് അതിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതാണ് സുഭാഷ് ചന്ദ്ര ബോസ് കേട്ടോ. അപ്പൊ അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ അദ്ദേഹം അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതാണ്. അതിവിടെ കൃത്യമായിട്ട് SCRT പറയുന്നത്. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു ആ താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചു. ഇതിന്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി എവിടെയാണ് ദേശീയ പതാക ഉയർത്തിയത് ചോദിക്കും. അത് ഇംഫാലിലാണ്. ആരുടെ സഹായത്തോടു കൂടിയാണ് INA അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കേക്കൻ അതിർത്തികൾ പിടിച്ചടക്കിയതെന്ന് ചോദിച്ചാൽ അത് ജപ്പാനാണ്. അതുപോലെ തന്നെ ഝാൻസി റാണി റെജിമെന്റിന്റെ ചുമതല ക്യാപ്റ്റൻ ലക്ഷ്മിക്കാണെന്ന് പഠിച്ചു വെക്കുക.
അവിടെയാണ് PSC അടുത്ത കാലത്ത് ചോദിച്ച പ്രധാനപ്പെട്ട മറ്റൊരു പേര് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാഞ്ചി അയ്യർ. വാഞ്ചി അയ്യർ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. കൂട്ടുകാർക്കറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ എന്ന് പഠിക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതിലത വഡേക്കർ എന്ന് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞത്, ഒരു സമരത്തെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കക്കോരി ട്രെയിൻ കവർച്ചയെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1924 രൂപീകരിച്ച ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സംഭവമായിരുന്നു കക്കോരി ട്രെയിൻ കവർച്ച. ആ കക്കോരി ട്രെയിൻ കവർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു യുവാവ്, ആ യുവാവിന്റെ പേര് അഷ്ഫാഖ് ഉള്ള ഖാൻ എന്നാണ്. ആ പേര് കൂടി നമ്മൾ എഴുതി ചേർക്കാം കേട്ടോ. നമ്മുടെ SCRT പറയുന്നില്ലെങ്കിലും നോട്ട് ചെയ്ത് നോക്കുക. അഷ്ഫാഖ് PSCയുടെ PYQ ആണ്. അഷ്ഫാഖ് ഉല്ല ഖാൻ. അപ്പൊ ഇന്ത്യയില് തൂക്കിലേറ്റപ്പെട്ട ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി ചോദിച്ചാല് അത് അഷ്ഫാഖ് ഉല്ല ഖാൻ ആണ്. ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി തൂക്കിലേറ്റപ്പെട്ടത് കേട്ടോ. അതൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ രക്തസാക്ഷികളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ രക്തസാക്ഷി ആയിട്ട് SCRT കണക്കാക്കിയ പേരാണ് വാഞ്ചി അയ്യർ. വാഞ്ചി എന്ന് കേൾക്കുമ്പോൾ ദക്ഷിണേന്ത്യ കിട്ടും. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട്. ഇതൊക്കെ റാങ്ക് മേക്ക് ചോദ്യമായിട്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇടാം കേട്ടോ. ഒരു ബോക്സിൽ കൊടുത്തല്ലേ, നിങ്ങളൊന്ന് പഠിച്ചേ. ജില്ലാ കളക്ടറായിരുന്ന പേരെന്താണ്? റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷെ. അല്ലാത്തൊരു പേരല്ലേ. അദ്ദേഹം ഒരു ഡെസ്ക് കയറി കോടതിയെ പോലെ ആശിച്ച മനുഷ്യനാണ്. ഡെസ്കോട്ട് ആഷെ. 1911 വർഷം ഇമ്പോർട്ടന്റ് ആണ്. ജൂലൈ മാസം 17 തമിഴ്നാട്ടിലെ മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അപ്പൊ ഈ മനുഷ്യനെ നമ്മുടെ വാഞ്ചി അയ്യർ വെടിവെച്ച് കൊല്ലുകയാണ്. ശ്രദ്ധിച്ചു വെക്കണം. 1911 സംഭവം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് ദേശീയ ഗാനമായി ജനഗണമന ആലപിച്ച വർഷം 1911 നിങ്ങൾക്കറിയാം. ആ 1911 അതിന്റെ ഒരു ആവേശം ഉൾക്കൊണ്ട് ആലോചിച്ച് വെക്കുക. തമിഴ്നാട്ടിലെ MANIACHI മണിയാച്ചി, ആ സ്ഥലം ഒന്നിനോട് ചോദിച്ചോ, മണിയാച്ചി കേട്ടോ. ആ സ്ഥലമൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ഈ കളക്ടറെ, ജില്ലാ കളക്ടറെ, തിരുനെൽവേലി കളക്ടറെ. ഡെസ്ക് കേടുന്ന് കോടതിയാണെന്ന് ആശിക്കുന്ന മനുഷ്യനാണ് ഡെസ്കോട്ട് ആഷെ. അപ്പൊ ഡെസ്കോട്ട് ആഷയെ വെടിവെച്ച് കൊല്ലുകയാണ് വാഞ്ചി അയ്യർ. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹവും ആത്മഹുതി ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെ പറ്റി മാഡം കാമ തന്റെ വന്ദേ മാതരം എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്വത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉണർത്തി. ഇങ്ങനെ പറഞ്ഞത് ആരെന്ന് ചിലപ്പം ചോദിക്കാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നമ്മൾ പലപ്പോഴും പല ഡയലോഗുകളും പറയാറുണ്ടല്ലോ. അപ്പൊ വാഞ്ചി ഉതിർത്ത എന്താണ് വാഞ്ചി അയ്യരെ കുറിച്ചാണ് പറയുന്നത്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉണർത്തി. ഒന്ന് ആവേശായി എന്നാ പറഞ്ഞല്ലേ. ഓക്കെ. അപ്പോ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പഠിച്ചു. തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇവിടെ റൈറ്റ് സൈഡിൽ പറയുന്നുണ്ട്. മദ്രാസ് ലേബർ യൂണിയൻ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ, ഇവരൊക്കെ തൊഴിലാളി സംഘടനകളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. 1920 നോക്കൂ മക്കളെ, 1920 MN ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈ എടുത്ത് AITUC രൂപീകരിച്ചു. അപ്പൊ ചോദ്യം ചോദിക്കും, AITUC എന്ന് രൂപീകരിച്ചു? AITUC എന്ന് രൂപീകരിച്ചു 1920. തൊഴിലാളി സംഘടനകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, AITUC, അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. പഠിച്ചോ? അവരുടെ ലക്ഷ്യങ്ങളൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് വായിച്ചാൽ കിട്ടും. തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുക, പ്രവർത്തിക്കുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കുക. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ചില പോയിന്റുകൾ ഉണ്ട്. നോക്കൂ. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. അപ്പോ ആരാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത് ചോദിക്കാം. AITUC കുറിച്ച് നമ്മൾ NM ജോഷി, ലാലാ ലജ്പത് റായ് പറഞ്ഞുവെങ്കിൽ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്, അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്
കൂട്ടുകാര് ഒന്ന് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് ഏത് വർഷമാണ് സ്ഥാപിച്ചത്? നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയാത്തത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയും. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചതിന്റെ അവസാനം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ആരാണ് ആള്? NG രംഗ, കർഷകരുടെ കാര്യം. രംഗം, NG രംഗ. NM ജോഷി തൊഴിലാളികളാണെങ്കിൽ രംഗണ്ണൻ. രംഗണ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മളെ രംഗണ്ണൻ ഇപ്പം ട്രെൻഡിങ് ആണ് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കണേ അമ്പാനെ, അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ ഈ പറയുന്ന സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി എന്ന് പറഞ്ഞാൽ ഓപ്ഷനകത്ത് NG രംഗ ഉണ്ടെങ്കിൽ നിങ്ങൾ കറപ്പിക്കുക കേട്ടോ. NG രംഗ. ഇതാണ് പിന്നീട് അഖിലേന്ത്യാ കിസാൻ സഭയായിട്ട് മാറി. ഇതിന് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് കണ്ടില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക, അഖിലേന്ത്യാ കിസാൻ സഭ. ഓക്കെ, ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. അവരുടെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭൂനികുതിയും കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതി, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ചില സമരങ്ങളാണ്. തേബാഗ സമരം നടന്നത് ബംഗാളാണ് പഠിച്ചത്. കർഷക സമരമാണ് കേട്ടോ. പുന്നപ്ര വയലാർ സമരം പോലെ ആ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടൽ കൂടെ നടന്ന ബംഗാൾ നടന്ന സമരമാണ് തേബാഗ സമരം. ഇതൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ നടന്ന സമരങ്ങള് വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ട്രൈക്കർ കോച്ചിങ്ങിൽ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഗോത്ര കർഷക കലാപങ്ങൾ വിശദമായിട്ട് കിടിലനായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കാണുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു അഭിപ്രായങ്ങൾ, കാരണം അത്രയും നന്നായിട്ട് എടുത്ത ക്ലാസ്സാണ് ഗോത്ര കർഷക കലാപങ്ങൾ. അതിനകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശാണ്, കർഷക സമരമാണ്. നാവിക കലാപം നടന്നത് മുംബൈയിലാണ്. ഇനിയാണ് 1930 പ്രധാനപ്പെട്ട സംഭവം. 1929 ലാഹോർ നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം ലാഹോർ സമ്മേളനം. INC 1929 ലാഹോർ സമ്മേളനത്തിൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ആ ഒരു സമ്മേളനത്തിലാണ് പിറ്റേത്തെ വർഷം 30 എന്ത് ചെയ്യാൻ തീരുമാനിച്ചത്? നിയമലംഘനം എന്ന് വെച്ചാൽ ഉപ്പ് കൂർക്കാൻ തീരുമാനിച്ചു അല്ലെ. അങ്ങനെ വലിയ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിച്ച് വരുന്നു ഇന്ത്യയിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധി തീരുമാനിക്കുന്നു. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിൽ സംഭാവന നൽകും. ഗാന്ധിയുടെ വാക്കുകളാണ് അല്ലെ. ഇതൊക്കെ ഏതേത് സംഭവമാണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. നോക്കൂ, കഴിഞ്ഞ LDC എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊട്ടടുത്ത് നടന്ന LDC എക്സാമിൽ ചോദിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഭരിക്കുകയാണെങ്കിൽ അടുത്ത പരീക്ഷ ചോദിക്കുക, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിൽ സംഭാവന നൽകും. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എത്ര കിലോമീറ്റർ ആണ്? 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്തെത്തി. ആ കിലോമീറ്റർ ഒക്കെ നോട്ട് വെച്ചിട്ടോ, 375 കിലോമീറ്റർ. ഗാന്ധിജിയുടെ 48 വധശ്രമം നമ്മൾ കൃത്യമായിട്ട് ആ ഡേറ്റ് ഒക്കെ ചോദിച്ച സ്ഥിതിക്ക് 375 കിലോമീറ്റർ ഒക്കെ ചോദിക്കുക. ചിലപ്പോൾ 475 കിലോമീറ്റർ ഒക്കെ ഓപ്ഷനിൽ തരിക. അപ്പൊ പഠിക്കുക. അങ്ങനെ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1930 ഏപ്രിൽ മാസം 6-ാം തീയതി 1930 ഏപ്രിൽ മാസം 6-ാം തീയതി ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ഇതാണ് ഉപ്പ് സത്യാഗ്രഹം അഥവാ നിയമലംഘന പ്രസ്ഥാനം. ചോദ്യം ഇതാണ്, ഗാന്ധിജി എന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്നും, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന് പറഞ്ഞിട്ട് വരട്ടിട്ട് എന്നാണെന്ന് കമന്റ് ചെയ്യുക. 1930 സംശയമൊന്നുമില്ല. ഏപ്രിൽ 6 അവിടെ എത്തി. അപ്പൊ ഒരു മാസം എടുത്തിട്ടുണ്ടോ? ഇല്ല. എത്ര സമയം എടുത്തത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് വെച്ചിട്ട് ആ ഡേറ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഏപ്രിൽ 6 1930 ഏപ്രിൽ. 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് നേരത്തെ പഠിച്ചു, ഓർമ്മയില്ലേ? കഴിഞ്ഞ LGS സമയത്ത് നമ്മൾ ഈ ക്ലാസ് ഒക്കെ എടുത്താണ്. 3 വർഷം മുമ്പ് LGS സമയത്ത് നമ്മൾ ഈ ക്ലാസ് ഒക്കെ യൂട്യൂബിൽ എടുത്താണ്. അന്നത്തെ LGS ക്ലാസ് എടുത്തു. 2 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു എക്സാം. അന്ന് ഇത് ചോദിച്ചു. ഞാനൊരു കോഡൊക്കെ ആക്കിയിരുന്നു. C കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കർ നെയ്ത്തച്ചൻ, രാഘവ പൊതുവാൾ. ഞാനന്ന് പറയുകയും ചെയ്തു നിങ്ങളോട് 4 പേരുണ്ട്, കൃത്യമായിട്ട് പഠിക്കണേന്ന്. ഓപ്ഷൻ ഇടാൻ സുഖാണെന്നും പറഞ്ഞു. ഇപ്പൊ കൃഷ്ണൻ ടൈറ്റാനിക്കിലെ നോക്കൂ, ശങ്കർ നെയ്ത്തച്ചൻ, രാഘവ പൊതുവാൾ. അപ്പോ വാള് പിടിച്ചുകൊണ്ട് കൃഷ്ണൻ ടൈറ്റാനിക്കിൽ ഇരുന്ന് എഴുതുകയാണെന്ന് പഠിച്ചു വെക്കുക. ടൈറ്റാനിക്കിൽ ഇരുന്നിട്ട് കൃഷ്ണൻ എന്ത് ചെയ്യുകയാണ്? വാള് പിടിച്ചുകൊണ്ട് എഴുതുകയാണ്. അങ്ങനെ വേണമെങ്കിൽ ആലോചിച്ച് വെക്കാൻ കേട്ടോ. കൃഷ്ണൻ ടൈറ്റാനിക്കിൽ ഇരുന്നിട്ട് വാള് പിടിച്ചുകൊണ്ട് എഴുതുകയാണെന്ന് പഠിച്ചാൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത, ഗാന്ധിയുടെ പങ്കെടുത്ത മലയാളികളെ കിട്ടും. ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്. സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ വനിതകളും സമരരംഗത്ത് സജീവമായിരുന്നു. കേരളത്തിനകത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം, K മാധവൻ നായർ, E മൊയ്തു മൗലവി എന്നിവരെല്ലാം സജീവമായിരുന്നു.
ഇവിടുത്തെ ഉപ്പ് സത്യാഗ്രഹത്തിന്. കെ കേളപ്പന്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരള ഗാന്ധി, കെ കേളപ്പൻ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു. പയ്യന്നൂരിൽ കെ കേളപ്പനും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും പി കൃഷ്ണപിള്ളയുമാണ്. കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അവിടെയാണ് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളത്, നാഗന്മാരുടെ റാണി. ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ കേരളം വേഗം പറഞ്ഞു പോയത് കേട്ടോ. ഇന്ത്യയുടെ വടക്കിഴക്കൻ ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന സമരത്തിന് ആവേശം ഉയർന്നു. 13 വയസ്സ് മാത്രമുള്ള റാണി ഗൈഡിലിയു, കൃത്യമായിട്ട് പഠിക്കുക, നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന റാണി ഗൈഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിന്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? നെഹ്റു ആണ് വിശേഷിപ്പിച്ചത്. പഠിച്ചു വെക്കണേ, നെഹ്റു ആണ് നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിലാണ് അല്ലെ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാകുന്നത്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് എന്നാണ്, ഏത് വർഷമാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം? 1929 ലാഹോർ സമ്മേളനം, പൂർണ്ണ സ്വരാജ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. ഗാന്ധിജി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഉപ്പ് നികുതി എടുത്തു കളയാനും, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകാനും, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമന്ന നികുതി വർദ്ധിപ്പിക്കാനും, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാനും, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കാനും, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടാനും, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കാനും, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക, അങ്ങനെ തുടങ്ങിയിട്ട് ഗാന്ധിജി പ്രധാനപ്പെട്ട എല്ലാ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റും ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പ് എന്ന് പറയുന്ന ഒരു വിഷയം വലിയ സമരായുധമായിട്ട് ഇന്ത്യയിൽ വരികയാണ്. അത്തരം കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഗാന്ധിയുടെ ഡയലോഗ്, വിശദമായ ഡയലോഗും ഞാൻ SCERT പറയുന്ന കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾ വായിച്ചു നോക്കണം, PDF. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ക്ലാസ്സിന്റെ ദൈർഘ്യം നീണ്ടു പോകുന്നുണ്ട്, ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്ടിൽ ബാക്കി ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ബൈ.